ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഹരേ നമഃ. ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് പ്രഥമ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥോऽധ്യായഃ. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധഃ കുലപതിഃ സൂതം ബഹ്വ്രജ ശൗനകോ ബ്രവീത്. ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യാം യദാഹ ഭഗവാൻ ശുകഃ കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്യേന ഹേതുനാ കുതഃ സഞ്ജോദിതഃ കൃഷ്ണഃ കൃതവാൻ സംഹിതാം മുനിഃ. തസ്യ പുത്രോ മഹായോഗി സമദൃഗ് നിർവികൽപകഃ ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢൈവേയത്തെ. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദധുർന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി. സ്ത്രീ പുംഭിതാ നതു സുതസ്യ വിവിക്തദൃഷ്ടേ കഥമാലക്ഷിതഃ പൗരൈഃ സംപ്രാപ്തഃ കുരുജാംഗലാൻ ഉന്മത്തമൂകജടവദ്വിചരൻ ഗജസാഹ്വയേ. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദഃ സമഭൂത്താത യാത്രൈഷാ സാത്വതീ ശ്രുതി. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അവേക്ഷതേ മഹാഭാഗസ്തീർത്ഥീകുർവംസ്തദാശ്രമം. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹിന. സ സമ്രാട് കസ്യ വാ ഹേതോഃ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാമനാദൃത്യാധിരാട് ശ്രിയം. നമന്തി യത്പാദനികേതമാത്മനഃ ശിവായ ഹാനീയ ധനാനി ശത്രവഃ. കഥം സ വീരഃ ശ്രിയമംഗദുസ്ത്യജാം യുവൈഷതോത്സൃഷ്ടുമഹോ സഹാസുഭിഃ. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഃ കളേബരം. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാത്. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. സ കദാചിത് സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തദേശാസീന ഉദിതേ രവിമണ്ഡലേ. പരാവരജ്ഞഃ സ ഋഷിഃ കാലേനാവ്യക്തരം ഹസാ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധധാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷഃ. ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്ദധ്യൗ ഹിതമമോഘദൃക്. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്തത്यै വേദമേകം ചതുർവിധം. ഋഗ്യജുസ്സാമഥർവാഖ്യ വേദാശ്ചത്വാര ഉദ്ധൃതാഃ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. തത്ര ഋഗ്വേദധരഃ പൈലസ്സാമകോ ജൈമിനിഃ കവിഃ വൈശമ്പായന ഏവൈകോ
നിഷ്ണാദോ യജുഷാമുദ അഥർവാംഗിരസാമാസീത് സുമന്തുർദാരുണോ മുനി ഇതിഹാസപുരാണാനാം പിതാമേരോ മഹർഷണ ത ഏതർഷയോ വേദം സ്വം സ്വം യസ്യന്നനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈസ്തച്ഛിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ ത ഏവ വേദാ ദുർമേധൈർധാര്യന്തെ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സല സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാഃ സർവാത്മകേനാഭിയതാ നാതുഷ്യഹൃദയം തതഃ നാദിപ്രസീദഹൃദയഃ സരസ്വത്യാസ്തടേ ശുചൗ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവിദ് ധൃതവ്രതേന ഹി മയാ ഛന്ദാംസി ഗുരവോഗ്നയഃ മാനിതാ നിർവ്യലീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപദേശേന ഹ്യാംനായാർത്ഥശ്ച ദർശിതഃ ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത തഥാപി ബതമേ ദൈഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭോ അസമ്പന്നൈവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാഃ പ്രിയാഃ പരമഹംസാനാം ത ഏവ ഹ്യച്യുതപ്രിയാഃ തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം തമഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായാഗതം മുനി പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ പഞ്ചമോധ്യായഃ. സൂത ഉവാച അഥ തം സുഖമാസീന ഉപാസീനം ബൃഹച്ഛ്രവാ ദേവർഷിഃ പ്രാഹ വിപ്രർഷിം വീണാപാണിഃ സ്മയന്നിവ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അടുത്ത സത്സംഗത്തിൽ നമുക്ക് 5-ാമത്തെ അധ്യായം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അർത്ഥവിചാരം ചെയ്തു തുടങ്ങാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.